10,712 ചതുരശ്ര മീറ്ററിൽ 18 ഇനങ്ങളിലും 26 നിറങ്ങളിലുമായി 15 മില്യൺ പ്രകൃതിദത്ത പൂക്കളാണ് ഈ വർഷത്തെ യാംബു പുഷ്പമേളയ്ക്കായി ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ വർഷം ചൈനയിൽ 7,995 ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയ പുഷ്പപരവതാനിയുടെ ലോക റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചു എന്നതാണ് ഈ വർഷത്തെ യാംബു പുഷ്പമേളയുടെ പ്രത്യേകത. മേളയുടെ ഉദ്ഘാടന ദിനത്തിൽ ഗിന്നസ് ബുക്ക് പ്രതിനിധി പ്രവീൺ പട്ടേൽ പുഷ്പമേള ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. സൗദിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമായി ഉദ്യാന നിർമ്മാണ രംഗത്ത് പ്രാവീണ്യം നേടിയ 70 കമ്പനികളുടെ സ്റ്റാളുകളും മേളയിലുണ്ടായിരുന്നു. ലോക റെക്കോർഡ് അംഗീകാരമായി സ്വീകരിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ മേള കൂടുതൽ സൗകര്യത്തോടെ വിപുലമായി തന്നെ സംഘടിപ്പിക്കുമെന്നും പുഷ്പമേള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാനും യാംബു റോയൽ കമ്മീഷൻ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഇറിഗേഷൻ വിഭാഗം തലവനുമായ സാലിഹ് അൽ സഹ്റാനി മീഡിയ വണിനോട് പറഞ്ഞു. I would like to welcome the Indian channel. Now we are standing behind the largest carpet in the world. All this carpet from the natural flower, Betunia and marigold and other species. And the most important thing it was in Guinness to have the natural flower and there is no gap between the flower. And this is what we succeed and we achieve it. And we are very proud of this one. And I hope we will keep this record also in the next year. മേളയുടെ അവസാന നാളുകളിൽ അഭൂതപൂർണമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മലയാളി സന്ദർശകരുടെ സാന്നിധ്യം ഏറെയായിരുന്നു. ഗിന്നസ് ബുക്കിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരെയും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെല്ലാം ഫാമിലിയായിട്ട് എല്ലാവരും വരുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്ന. ഞങ്ങൾ ജിദ്ദയിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇത്രയും വലിയൊരു കാർപ്പറ്റിൽ ഇത്രയും വലിയൊരു സംഭവം ഒരുക്കിയത് ഈ സൗദിയുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കുഞ്ഞു പൂക്കളുടെ നിറവൈവിധ്യങ്ങളും നറുമണവുമായി അടുത്ത വർഷം വരാനിരിക്കുന്ന പുഷ്പമേളയെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് സൗദിയിലെ സ്വദേശികളോടൊപ്പം പ്രവാസികളും. യാംബുവിലെ പുഷ്പമേളയിൽ നിന്നും ക്യാമറ പേഴ്സൺ KM റഹീമിനോടൊപ്പം സാദിഖ് അലി തുവൂർ, മീഡിയ 1.